നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഉൾവിളി എന്ന കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ചുരുക്കം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ചില ഉൾവിളികൾ മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോയ ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ കൂടി നമുക്ക് പല പാഠങ്ങളും ഈ കഥ കാണിച്ചു തരുന്നു. കഥയിലേക്ക് പോകാം. തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്കുള്ളിലൊരു ദൈവവിളി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് തിരിച്ചറിയാൻ അന്ന് വിവേകമില്ലായിരുന്നു. എങ്കിലും നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. വളർന്നു വലുതായപ്പോൾ മുതൽ എൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ആരോരുമില്ലാത്ത ആലംബഹീനർക്കായി ജീവിതം ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ചു. തീരുമാനം വീട്ടുകാർ എതിർത്തെങ്കിലും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ മുഴുവൻ സമയ സുവിശേഷ പ്രവർത്തനത്തിൽ മുഴുകി. കുറേ കഴിഞ്ഞ് ഞാൻ ACNS എന്ന ആതുര ശുശ്രൂഷ സംഘടനയിലെ അംഗമായി ചേർന്നു. ഒരിക്കൽ വടക്കേ ഇന്ത്യയിൽ വെച്ച് 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു വലിയ കൺവെൻഷനിൽ വിദേശിയായ പാസ്റ്ററുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുകയായിരുന്നു ഞാൻ. അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയിൽ തൻ്റെ ഒരു അനുഭവസാക്ഷ്യം വിവരിച്ചത് ആരുടെയും ഹൃദയം അലിയിപ്പിക്കുന്നതായിരുന്നു. ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കുഷ്ഠരോഗത്താൽ കഷ്ടപ്പെടുന്ന കുറേ രോഗികളെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. കയ്യും കാലും നഷ്ടപ്പെട്ടവർ, വിരലുകൾ നഷ്ടപ്പെട്ടവർ, മുഖം വൈകൃതമായവർ, ഇവരെയൊക്കെ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അവരുടെ ജീവിതം ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും മാത്രമായിരുന്നു. അവിടുത്തെ അന്തേവാസിയായ രവിശങ്കർ എന്ന ലെപ്രസി രോഗിയുടെ ജീവിതം കരളലിയിക്കുന്നതാണ്. അമ്മയും 5 മക്കളും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാരം ചെറിയ പ്രായത്തിൽ തന്നെ തലയിൽ ഏറ്റേണ്ടി വന്ന ഹതഭാഗ്യൻ. അച്ഛൻ്റെ അപ്രതീക്ഷിതമായ മരണം ആ വീടിന് നാഥനില്ലാതാക്കി. മൂത്ത മകനായ ശങ്കർ പഠിപ്പ് നിർത്തി. 14 വയസ്സു മുതൽ ജോലിക്ക് പോയി തുടങ്ങി. താൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. ചുമടെടുക്കുക, ഇറച്ചി മീൻ മാർക്കറ്റുകൾ വൃത്തിയാക്കുക, അഴുക്കുചാലുകളിൽ ഇറങ്ങി കാന വൃത്തിയാക്കുക, തൊടാനറയ്ക്കുന്ന മാലിന്യം ചുമന്നുകൊണ്ടു പോകുക തുടങ്ങി എന്തൊക്കെ ജോലികൾ ചെയ്തു എന്ന് ഓർക്കുകൂടി വയ്യ. രോഗികളെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുകയും ആശുപത്രി വാർഡുകളും ശുചിമുറികളും വൃത്തിയാക്കുകയും ചെയ്യുന്ന അറ്റൻഡർ ജോലിയാണ് ശങ്കർ പിന്നെ അവസാനം വരെ ചെയ്തിരുന്നത്. താൻ ജോലി ചെയ്തു കൊണ്ടുവരുന്ന കാശുകൊണ്ട് വേണം അമ്മയ്ക്കും സഹോദരങ്ങൾക്കും പട്ടിണി മാറ്റാൻ. കാലങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഇളയ സഹോദരങ്ങളെല്ലാം തന്നാലാവും വിധം പഠിപ്പിച്ചു. അവരെല്ലാം ഓരോ നിലകളിലായി. 2 സഹോദരികളും വിവാഹം കഴിച്ച് കുടുംബസ്ഥരായി. ശങ്കർ അവിവാഹിതനായി തന്നെ തുടർന്നു. അമ്മയ്ക്ക് രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിലായപ്പോഴും ശങ്കർ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. അമ്മ മരിച്ചതോടെ ശങ്കർ മാനസികമായി ഒറ്റപ്പെട്ടു. നേരെ ഇളയ സഹോദരൻ ജോലിയായി ദൂരെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിരുന്നു. അയാൾ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയെ വിവാഹവും കഴിച്ചു. ഏറ്റവും ഇളയ സഹോദരൻ ശങ്കറിൻ്റെ കൂടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അവൻ ചില്ലറ ബിസിനസ് കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കയ്യിൽ കാശു വരാൻ തുടങ്ങിയപ്പോൾ അവനും കുടുംബസ്ഥനായി. ഇപ്പോൾ അനിയൻ്റെ വീട്ടിൽ അധികപ്പറ്റായി ചേട്ടൻ കൂട്ടിയിരിക്കുന്ന മട്ടായി തീർന്നു. കഴിയുന്നതും ശങ്കർ ഭക്ഷണം പുറത്തുനിന്നായിരുന്നു കഴിച്ചിരുന്നത്. അനിയനും ഭാര്യയ്ക്കും ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് കരുതി. പ്രായത്തിൻ്റെ പ്രയാസങ്ങൾ കൂടിക്കൂടി വന്നു. ചുമയായിരുന്നു ആദ്യം. പിന്നെ തൊലിപ്പുറത്ത് ചുവന്ന ചെറിയ വ്രണങ്ങൾ വന്നു തുടങ്ങി. സന്ധിവേദനയും ക്ഷീണവും ഒക്കെയായി. പെട്ടെന്ന് ശരീരഭാരം കുറഞ്ഞു. ശങ്കർ പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ഇരിപ്പായി. അനിയൻ്റെ ഭാര്യ പതുക്കെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. തനിക്ക് വെച്ചു വിളമ്പാൻ വയ്യ എന്ന് അനിയനോട് പരാതിപ്പെട്ടു. പെരുമാറ്റത്തിൽ നിന്ന് അത് ശങ്കർ മനസ്സിലാക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ആശുപത്രിയിൽ പോകാൻ അനിയനും നിർബന്ധിച്ചു. അങ്ങനെ പോയപ്പോഴാണ് പ്രശ്നം ഗുരുതരമാണെന്നറിഞ്ഞത്. പിന്നെ ഒരു നിമിഷം പോലും വീട്ടിൽ നിർത്താൻ അവർ എന്നെ സമ്മതിച്ചില്ല. മറ്റു സഹോദരങ്ങളും അവരുടെ കൂടെ ചേർന്നു. അങ്ങനെയാണ് ശങ്കർ ജീവൻദ്വാർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ എത്തിച്ചേർന്നത്. ഇവിടെ വന്നിട്ടിപ്പോൾ 10 വർഷം കഴിഞ്ഞു. വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം ഇന്നുവരെ ശങ്കറിനെ കാണാൻ ഒരാൾ പോലും ഇവിടെ വന്നിട്ടില്ല. താൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആരും അന്വേഷിക്കുന്നില്ല. ഇത് പറയുമ്പോൾ ശങ്കർ കരയുകയായിരുന്നു. താൻ അവർക്കൊരു കാലത്ത് ആരായിരുന്നു? താൻ ആ വീടിന് വേണ്ടി മാത്രമായിരുന്നു ജീവിച്ചിരുന്നത്. അന്ന് അങ്ങനെ താൻ ജീവിച്ചില്ലായിരുന്നെങ്കിൽ അവർ ഓരോരുത്തരും ഇന്നെന്താകുമായിരുന്നു? അതൊന്നും അവർക്കാർക്കും ഓർമ്മയില്ല. ഇന്ന് താൻ അവർക്കാരുമല്ല. തന്നെ കാണുന്നത് പോലും അവർക്ക് അറപ്പാണ്.
താൻ അവരുടെ ചേട്ടനാണെന്ന് പറയാൻ പോലും അവർ ലജ്ജിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് ശങ്കർ തേങ്ങി. ഇന്ന് ശങ്കർ രോഗവിമുക്തനാണ്. പ്രായത്തിൻ്റെ പ്രയാസങ്ങളാണിപ്പോൾ അധികവും. എങ്കിലും ശങ്കർ ഇന്ന് കൂടെയുള്ള രോഗികളെ സഹായിച്ചും ആ സെൻറ്ററിൽ തന്നെ കൊണ്ടാവും വിധം ജോലികൾ ചെയ്തും ജീവിക്കുന്നു. ആ സെൻറ്ററിൻ്റെ ഓഫീസ് നടത്തിപ്പുകാർക്കും ഹോസ്പിറ്റലിലെ ജോലിക്കാർക്കുമെല്ലാം ശങ്കർ സദാ ഒരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്ററുടെ ആ പ്രസംഗം, എൻ്റെ കണ്ണീരിൽ കുതിർന്ന പരിഭാഷയും കേട്ടുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ കണ്ണീർപ്പുഴ ഒഴുക്കി. കണ്ണീർ വാർത്തുകൊണ്ട് പലരും ഏങ്ങലടിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. കുഷ്ഠരോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശങ്കർ ഉൾപ്പെടെ ഉള്ളവരെ എല്ലാവരെയും, രോഗത്തിൻ്റെ പരാധീനകളിൽ വലയുന്നവരെയും എല്ലാം പരിപാലിക്കാൻ ആ പ്രസംഗത്തോടെ ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ചു. ആ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന സമയത്തിന് ഉടനീളം എൻ്റെ മനസ്സിൽ നിന്ന് അതിനുള്ള ശക്തമായ ഒരു ഉൾവിളി വന്നുകൊണ്ടേയിരുന്നു. കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ഇടുക. ഇനിയും അടുത്തൊരു നല്ല കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.